ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്നാസ് കെമിസ്ട്രി ക്ലാസ്സിൽ ഇതാ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി വെക്കുക. അപ്പോൾ യു ക്യാൻ സബ്സ്ക്രൈബ് ആൻഡ് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബെൽ ഐക്കൺ ഞെക്കി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഓൾ ഞെക്കിയാൽ നിങ്ങൾക്ക് ഡെയിലിയുള്ള അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ടോപ്പിക്സ് ക്ലിയറായി കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്നാസ് കെമിസ്ട്രി ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഹോം ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് വീഡിയോസ് മുകളിൽ പ്ലേലിസ്റ്റ് കാണാം. പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ഫോൾഡറിൽ കാണാം. ഗ്രേഡ് 10 സ്റ്റേറ്റ്, ഗ്രേഡ് 9. അതിൽ നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് ആ ഫോൾഡർ ക്ലിക്ക് ചെയ്താൽ മതി. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് SSLC ക്വസ്റ്റ്യൻ പേപ്പർ 2018 ആണ്. അപ്പോൾ 2018 നടന്ന SSLC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതോടൊപ്പം നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ റിവിഷൻ പോലെ റീകോൾ ചെയ്യാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് വയ്ക്കുക. പിന്നെ അതിൻ്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ 2019 ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന 2019 ടെക്സ്റ്റ് ബുക്കാണ്. സോ ചില 1-2 ക്വസ്റ്റ്യൻസ് ഔട്ട് ഓഫ് ടോപ്പിക് എന്നല്ല, അത് പഴയ ടെക്സ്റ്റിലുള്ളതാണ്. അപ്പോൾ നമുക്കത് ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 1 മാർക്ക്. നിങ്ങൾക്കറിയാം, ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളവർ കയ്യിൽ വെക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഹെൽപ്ഫുൾ, അല്ലെങ്കിൽ ഞാൻ വായിച്ചു തരുന്നതായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് മോൾസ് ഇൻ 400 gram ഓഫ് കാൽഷ്യം കാർബണേറ്റ്. വീണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് തന്നെ ഫസ്റ്റ് ലെസൻ്റെ സ്റ്റാർട്ടിങ് വെച്ചിട്ട്. കാരണം മോൾസും മോൾ കൺസെപ്റ്റും അറിയാതെ എന്തായാലും ഇതിൽ നിന്നൊരു 3 to 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the number of moles in 400 gram calcium carbonate. കാൽഷ്യം കാർബണേറ്റ് ഫോർമുലയൊക്കെ അവർ തന്നിട്ടുണ്ട്. കാൽഷ്യം കാർബണേറ്റ് CaCO3. അവർ ഹിൻറ്റ് തന്നിട്ടുണ്ട് എന്തൊക്കെയാണ്. അറ്റോമിക് മാസ്, ഗ്രാം അറ്റോമിക് മാസ് ഓഫ്, ഗ്രാം അറ്റോമിക് മാസ് എന്ന അറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം. 40 gram ആണ് കാൽഷ്യം, കാർബൺ 12 gram ആണ്, ഓക്സിജൻ 16 gram ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്പർ ഓഫ് മോൾസ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എത്രയാണ് നമ്പർ ഓഫ് മോൾസ് എന്നുള്ളത്. അപ്പം നമ്പർ ഓഫ് മോൾസിന് നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ട ഫോർമുല എന്താ വെച്ചാൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്യുലാർ മാസ്. അപ്പം നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഗിവൺ മാസ്, തന്നിരിക്കണ മാസ്, ഡിവൈഡഡ് ബൈ മോളിക്യുലാർ മാസ്. ഈ മോളിക്യുലറിന് ഒരു മാസ് ഉണ്ടാവും. അപ്പം ആ മോളിക്യുലറിൻ്റെ മാസ് തന്നിട്ടുണ്ടോ? ഇല്ല. ഗിവൺ മാസ് നമ്മുടെ കയ്യിലുണ്ട് 400. അപ്പോൾ മോളിക്യുലാർ മാസ് കാണുക. ഇതൊക്കെ നീറ്റായി തന്നെ പേപ്പറിൽ എഴുതുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഓവർ കോൺഫിഡൻസിൽ എന്ത് ചെയ്താലും മിസ്റ്റേക്ക് പറ്റിപ്പോവും. അപ്പോൾ മോളിക്യുലാർ മാസ് എങ്ങനെയാണ് കാണുക? ഈ മോളിക്യൂളിൻ്റെ മാസ് അല്ലേ, എല്ലാത്തിൻ്റെ ആറ്റോമിക് വൈസ് തന്നിട്ടുണ്ട്. കാൽഷ്യം ആറ്റോമിക് മാസ് 40, അപ്പം Ca+. കാർബൺ ആറ്റോമിക് മാസ് 12. അടുത്തത് എന്താണ്? ഓക്സിജൻ. ഓക്സിജൻ ശ്രദ്ധിക്കണം, ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 3 ഓക്സിജൻ ഉണ്ട്. അപ്പം പ്ലസ് ഇട്ടിട്ട് ഒരു ബ്രാക്കറ്റ് ഇട്ടുള്ള മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട്. 3 × 16. അപ്പം ഞാൻ നോക്കിക്കേ എങ്ങനെയാണ് നമുക്കറിയാം അഡീഷൻ. 40 + 12 + 16 × 3 = 48. ഇനി ഇതൊന്ന് ആഡ് എഴുതിയേക്കണം അല്ലേ. 4, 8 + 2 10, 1, 4, 5, 8, 9. എത്രയാണ്? 100 gram. 100 gram is the molecular mass of calcium carbonate. Given mass divided. So number of moles is equal to, എത്ര given mass? 400 gram. 400 gram calcium carbonate എത്ര മോൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ given mass divided by actual, that is the molecular mass എത്രയാണ്? 100 gram. So 400 gram divided by 100, that is equal to 4. ഇവിടെ എന്താ എഴുതേണ്ടത്? മോൾസ്. നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോൾസ് ആണ്? 4 മോൾസ്. കാര്യം മനസ്സിലായല്ലോ? എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിൾ. ഇപ്പോൾ തന്നെ നമുക്ക് ആ ഫസ്റ്റ് 1 മാർക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് നല്ലോണം ചെയ്ത് നോക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, which of the following is a reversible reaction? റിവേഴ്സിബിൾ റിയാക്ഷൻ ഏതാണെന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം റിയാക്ഷൻസ് ഫോർവേഡ് ഉണ്ട്, ബാക്ക്വേർഡ് റിയാക്ഷൻസ് ഉണ്ട്, ആൻഡ് റിവേഴ്സ് ചെയ്യുന്ന റിയാക്ഷൻ, അതായത് ഫ്രണ്ടിലേക്കും പോകുന്നതുണ്ട് ബാക്കിലേക്കും, അതായത് റിവേഴ്സിബിൾ റിയാക്ഷൻസ് ഉണ്ട്. അപ്പം അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ, 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്.
NaCl plus AgNO3 gives NaNO3 plus AgCl. ഇതൊരു റിയാക്ഷൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് NH4Cl gives NH3 plus HCl. ഈ റിയാക്ഷൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്? NH4Cl ഇത് ഫോർവേഡ് റിയാക്ഷനാ, റിവേഴ്സ് ആവുന്നില്ല. ഈ ഒരു റിയാക്ഷനോ NH4Cl ഫോർവേഡും ഉണ്ട് ബാക്ക്വേർഡ്. ഇത് എന്ത് റിയാക്ഷനാ? റിവേഴ്സ് ചെയ്യുന്ന റിയാക്ഷൻ. സോ ദ ആൻസർ ഇസ് NH4Cl gives NH3 plus HCl is a reversible reaction. അതും സിമ്പിൾ ആണ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Find the relation and fill in the blanks. റിലേഷൻ നോക്കിയിട്ട് നിങ്ങളോട് fill in the blanks പറഞ്ഞിരിക്കാം. അമിനോ ഗ്രൂപ്പിന്റെ നേരെ അവിടെ NH2, ഇത് ബോണ്ടാണ്, NH2 തന്നിട്ടുണ്ട്. കാർബോക്സിലിക് ആസിഡിന്റെ അവിടെ എന്ത് എഴുതണം? അപ്പം നിങ്ങളുടെ മനസ്സിൽ വരണം, ഇത് ഫങ്ഷണൽ ഗ്രൂപ്പാണ് കാണിക്കുന്നത്. കാർബോക്സിലിക് ആസിഡിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് നമുക്കറിയാം, ബോണ്ട് ഇട്ടിട്ട് വേണം എഴുതാൻ. എന്താണ്? COOH. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങളുടെ മനസ്സിൽ വേറെയും കുറേ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്തേക്ക്. ആൽഡിഹൈഡിന് എന്തായിരുന്നു ഫങ്ഷണൽ ഗ്രൂപ്പ്? CHO. കാർബോക്സിലിക് ആസിഡ് നമ്മൾ എഴുതി. ആൽക്കഹോൾ ആണെങ്കിൽ എന്താണ്? OH അല്ലേ? പിന്നെ നമുക്ക് എന്തായിരുന്നു? കീറ്റോൺ ആണെങ്കിൽ അല്ലേ? കീറ്റോൺ ആണെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് C ഡബിൾ ബോണ്ട്. ആൽഡിഹൈഡ് ആണെങ്കിൽ CHO. ആൽക്കഹോൾ ആണെങ്കിൽ OH. കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ COOH. ഇതൊക്കെയായിരുന്നു നമ്മൾ മെയിനായിട്ട് പഠിച്ചിരുന്ന കുറച്ച് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് അല്ലേ? അപ്പോൾ ഇതെപ്പോഴും ആലോചിച്ച് വെച്ചേക്കണം, കൺഫ്യൂസ്ഡ് ആവരുത്. ഇപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എമിനോ ഗ്രൂപ്പ് NH2, കാർബോക്സിലിക് ആസിഡ് ഇസ് COOH. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് ടോപ്പിക്കിൽ ഇല്ലാത്തതാണ്, അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ നമ്മൾ വിട്ടേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേക്കാം. ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് അമോണിയ ഗ്യാസ് by the reaction between nitrogen gas and hydrogen gas is given. അതായത് the balanced chemical equation for the formation of ammonia gas is given. അതായത് N2 plus 3. ഇത് നിങ്ങൾ അറിയേണ്ട ഒരു ഇക്വേഷൻ ആണ്. N2 plus 3H2 gives 2NH3. Write the ratio between the number of moles of reactants and products in the correct order. ഇതിലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ റിയാക്ടൻ്റെയും പ്രോഡക്റ്റിൻ്റെയും കറക്റ്റ് ഓർഡറിൽ റേഷ്യോ എഴുതാനാണ് പറഞ്ഞത്. അപ്പം നമുക്കറിയാം ഇവിടെ എത്ര മോൾസ് ഓഫ് റിയാക്ടൻസ് ആണ്? 1. ഇവിടെ ഒന്നും എഴുതാത്ത സ്ഥിതിക്ക് അതിൻ്റെ അർത്ഥം എന്താ? 1 mole ഓഫ് നൈട്രജൻ റിയാക്ട് വിത്ത് എത്ര മോൾസ് ഓഫ് ഹൈഡ്രജനാ? 3 moles ഓഫ് ഹൈഡ്രജൻ ടു പ്രൊഡ്യൂസ് എത്ര മോൾസ് ഓഫ് അമോണിയ? 2 moles ഓഫ് അമോണിയ. ഇപ്പോൾ റേഷ്യോ എഴുതിയ 1:3:2 ആണ്. റിയാക്ടൻ്റ് 1:3. പ്രോഡക്റ്റ് എത്ര ഉണ്ടാവുന്നത്? 2 moles. So, അപ്പോൾ അതായിരുന്നു ക്വസ്റ്റ്യൻ. റൈറ്റ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ. കറക്റ്റ് ഓർഡറിൽ എഴുതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മോൾസ് ഓഫ് അമോണിയ, എത്ര മോൾസ് ഓഫ് അമോണിയ ആർ ഫോംഡ് വെൻ 6 moles ഓഫ് N2 റിയാക്ട്സ് വിത്ത് 6 moles ഓഫ് N2 റിയാക്ട് വിത്ത് 6 moles ഓഫ് H2. അപ്പോൾ നമുക്കറിയാം N2 plus H2 ഉണ്ടായാൽ എന്താണ്? NH3 ആണ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് 6 molecules ഓഫ് N2, 6 molecules ഓഫ് ഹൈഡ്രജനും റിയാക്ട് ചെയ്താൽ എത്ര മോളിക്യൂൾസ് ഓഫ് അമോണിയ ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾ ബാലൻസിങ് അറിഞ്ഞിരിക്കണം. നമുക്കറിയാം 6 2s are 12 അല്ലേ? അപ്പം എത്ര നൈട്രജൻ ഉണ്ട്? 12 നൈട്രജൻ ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 12 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇവിടെ കയറി 12 നൈട്രജൻ എഴുതാൻ പറ്റത്തില്ല, കാരണം ഇതാണ് ഇതിൻ്റെ ഫോർമുല. ഇതൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മളിവിടെ നോക്കുക, ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ ഹൈഡ്രജൻ്റെ നമ്പർ ഈക്വൽ ആക്കാം. 4 കൊടുത്ത് നോക്കുക, 4. അപ്പോൾ എത്ര ഉണ്ടാവും? 4 molecules ഓഫ് നൈട്രജനും 12 molecules ഓഫ് ഹൈഡ്രജനും. അപ്പോൾ ഇതാണ് ഹൈഡ്രജൻ്റെ മോളിക്യൂൾസ് ബാലൻസ്ഡ് ആയി. നൈട്രജൻ്റെ മോളിക്യൂൾസ് ബാലൻസ്ഡ് ആയോ? ഇല്ല. അപ്പോൾ എത്ര മോളിക്യൂൾസ് ഓഫ് നൈട്രജൻ അൺറിയാക്ട് ആയിട്ട് അവിടെ ഉണ്ടാവും? അതായത് ബാക്കി 12 molecules 4 എണ്ണം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. നൈട്രജൻ ഒരിക്കലും നൈട്രജൻ ആയിട്ട് നിൽക്കില്ല, നൈട്രജൻ മോളിക്യൂൾ ആയിട്ടാണ് പുറത്തേക്ക് ഉണ്ടാവുക. അപ്പോൾ 4ഉം ഇവിടെ 3 2 6 ഇവിടെ 4
4 molecules of N2 unreacted. നമുക്ക് അതിനൊന്നും ആവശ്യമില്ല, നമുക്ക് ഇത്രയും ആവശ്യമുള്ള എത്ര മോളിക്യൂൾസ് ഓഫ് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എത്ര മോൾസ് ഓഫ് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, 4 molecules ഓഫ് അമോണിയ ഈസ് പ്രൊഡ്യൂസ്ഡ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഐ തിങ്ക് ഇത് നിങ്ങളുടെ ലാസ്റ്റ് ഇയറിലെ ടെക്സ്റ്റിലുള്ളതാണ്. ഇനി ഇൻ ബിറ്റ്വീൻ ടെക്സ്റ്റിൽ എവിടെയെങ്കിലും ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇങ്ങനെ ഒരു നമ്പർ ഓഫ് മോളിക്യൂൾസ് റിയാക്ഷനിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് ഇയറിലെ ടെക്സ്റ്റ് ബുക്കിലായിരുന്നു ഉണ്ടായിരുന്നു. ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് വിട്ടേക്കും. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statement is correct about chemical equilibrium? കെമിക്കൽ ഇക്വിലിബ്രിയത്തെ കുറിച്ച് 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് വൺ? ഫസ്റ്റ് വൺ, എറ്റ് ഇക്വിലിബ്രിയം ബോത്ത് ദ റിയാക്റ്റൻറ്റ് ആൻഡ് പ്രോഡക്റ്റ് കോ എക്സിസ്റ്റ് ചെയ്യും. ഇക്വിലിബ്രിയത്തിൽ റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും ഒരുമിച്ച്, അതായത് കോ എക്സിസ്റ്റ് ചെയ്യും ഉണ്ടാവും, രണ്ടാളും എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. എറ്റ് ഇക്വിലിബ്രിയം the rate of forward reaction is greater than the rate of backward reaction. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇക്വിലിബ്രിയത്തിൻ്റെ ഫസ്റ്റ്, അതായത് ഒരിക്കലും റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ദ റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇക്വിലിബ്രിയം അല്ല, അതിനാണ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയാം. അപ്പോൾ എന്താണ് കെമിക്കൽ ഇക്വിലിബ്രിയം? Chemical equilibrium is the stage at which the rate of forward reaction become equal to the rate of backward reaction, or the reactant and the product coexist. അതാണ് കെമിക്കൽ ഇക്വിലിബ്രിയം. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് വൺ ആക്ടിവിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് വൺ ആക്ടിവിറ്റി to increase the red color of the following reaction. ഈ ഒരു റിയാക്ഷൻ്റെ റെഡ് കളർ കൂട്ടാൻ പറ്റുന്ന ആക്ടിവിറ്റി നമുക്കറിയാം. FeNO3 അതായത് ഫെറിക് നൈട്രേറ്റും പൊട്ടാസ്യം തയോസൈനേറ്റും റിയാക്ട് ചെയ്ത പൊട്ടാസ്യം തയോസൈനൈറ്റ് ആൻഡ് പൊട്ടാസ്യം നൈട്രേറ്റ് ഉണ്ടായി. ഇതിൽ ഫെറിക് നൈട്രേറ്റിൻ്റെ കളർ എന്ന് പറയുന്നത് ലൈറ്റ് യെല്ലോയും പൊട്ടാസ്യം തയോസൈനേറ്റ് കളർലെസ് ആണ്. ഇവരെ രണ്ടും മിക്സ് ചെയ്തപ്പം പൊട്ടാസ്യം അയോൺ തയോസൈനേറ്റ് റെഡ് കളറിലാണ് ഉണ്ടാവുന്നത്. അപ്പം നിങ്ങളോട് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് വൺ ആക്ടിവിറ്റി ടു ദ ഇൻക്രീസ് ദ റെഡ് കളർ ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ. റെഡ് കളർ കൂട്ടണമെങ്കിൽ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ എമൗണ്ട് കൂടണം. ഈ ഒരു എമൗണ്ടിൻ്റെ എമൗണ്ട് കൂടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ either we have to increase the concentration of potassium iron nitrate or potassium thiocyanate. അത് തന്നെയാണ് add iron nitrate or potassium thiocyanate in the solution. ഈ രണ്ടെണ്ണത്തിൽ ആരെങ്കിലും ഒരാൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ, റിയാക്ഷൻ സ്പീഡിൽ നടന്നിട്ട് വീണ്ടും വീണ്ടും എന്തുണ്ടാവും, അയോൺ തയോസൈനേറ്റ് വിച്ച് ഇസ് റെഡ് കളർ, ആ റെഡ് കളർ സൊല്യൂഷൻ ഉണ്ടാവുന്നതായിരിക്കും. ഇതാണ് നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഈ നെക്സ്റ്റ്, അതായത് ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഡയഗ്രാം നിങ്ങൾക്ക് അറിയുന്ന സിമ്പിൾ ഡയഗ്രാമാണ്. ദാറ്റ് ഈസ് എ കോപ്പർ റോഡ് ഇസ് ഡിപ്ഡ്. ഒരു കോപ്പർ റോഡ് AgNO3 സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷനിൽ. ഇത് ഇലക്ട്രോകെമിക്കൽ സീരീസും ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനും അറിയുന്ന ആൾക്കാർക്ക് ഈ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. സോ ഒബ്സർവ് ദ ഡയഗ്രാം ഷോയിങ് എ കോപ്പർ റോഡ് ഡിപ്പ് ഇൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. വാട്ട് ഇസ് ദ കളർ ചേഞ്ച് ഓഫ് ദ സൊല്യൂഷൻ? സിൽവർ നൈട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെയിൽ കളറൊക്കെ ഉണ്ടാകുന്ന ഒരു കളർ ലിക്വിഡാണ്. അതിൽ നമ്മൾ കോപ്പർ റോഡ് ഡിപ്പ് ചെയ്തിട്ടുണ്ട്. വാട്ട് ഇസ് ദ കളർ ചേഞ്ച്? കുറച്ച് കഴിഞ്ഞാൽ ആ ലിക്വിഡിൽ എന്ത് കളർ ചേഞ്ച് ഉണ്ടാവും? ആൻഡ് റൈറ്റ് ദ ബാലൻസ്ഡ് ഇക്വേഷൻ. ഇത് ഇലക്ട്രോകെമിക്കൽ സീരീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോപ്പർ ഇറ്റ് ഇസ് മോർ റിയാക്റ്റീവ് ദാൻ സിൽവർ. സിൽവറിനെക്കാട്ടും വളരെ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലാണ് കോപ്പർ. കോപ്പർ എന്ത് ചെയ്യും? കോപ്പർ ഈ സിൽവർ നൈട്രേറ്റിലെ സിൽവറിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ കോപ്പർ കയറി നിൽക്കും അല്ലേ? സിൽവർ അയണിൽ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ കോപ്പർ വന്ന് നിൽക്കും. അപ്പോൾ കോപ്പറിൻ്റെ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് കളർ ഉണ്ടാവും? ലൈറ്റ് ബ്ലൂ കളർ. അതുതന്നെയാണ് ദ സൊല്യൂഷൻ ടേൺസ് ബ്ലൂ. ദ സൊല്യൂഷൻ ടേൺസ് ബ്ലൂ. എന്താ, വാട്ട് ഈസ് ദ റീസൺ എന്ന് വെച്ചാൽ ദ ടേക്ക് പ്ലേസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ദാറ്റ് ഈസ് കോപ്പർ ഡിസ്പ്ലേസസ് സിൽവർ ഫ്രം സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ബാലൻസ്ഡ് ഇക്വേഷൻ ആണ്. സിമ്പിൾ ഇക്വേഷൻ Cu പ്ലസ് AgNO3. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ നടക്കുക? ഈ Agനെ Cu റീപ്ലേസ് ചെയ്യും. CuNO3 പ്ലസ് Ag ഉണ്ടാവും. This CuNO3 അതായത് കോപ്പർ അയൺ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ ബ്ലൂ കളർ ഓഫ് ദ സൊല്യൂഷൻ. അതും സിമ്പിൾ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, write an example for a metal which can be refined by liquation. ലിക്വേഷൻ വഴി റിഫൈൻ ചെയ്തൊരു മെറ്റലിൻ്റെ പേര് എഴുതാനും എക്സാമ്പിൾ. വാട്ട് ഈസ് കാൽസിനേഷൻ? അപ്പം വാട്ട് ഈസ് കാൽസിനേഷൻ? അപ്പോൾ ഇത് നല്ലോണം ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമുക്കറിയാം
മെയിൻലി എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസിന് മെയിൻലി 3 പ്രോസസ്സാണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ദി മെറ്റൽ, അതായത് എർത്തിൽ നിന്ന് കിട്ടുന്ന മെറ്റലിൽ കുറേ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അതിനാദ്യം നമ്മൾ നല്ല ഡ്രസ്സ് ചെയ്യും, അതായത് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യും. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ഗോ ഫോർ റിഡക്ഷൻ, അല്ലേ? അതായത് കാൽസിനേഷൻ അല്ലെങ്കിൽ റോസ്റ്റിംഗ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവരെ റിഡ്യൂസ് ചെയ്യും, അല്ലേ? റിഡ്യൂസ് ചെയ്ത മെറ്റൽസിനെ വീണ്ടും ഫൈനലി നമ്മൾ പോകുന്ന റിഫൈൻ ചെയ്യും. റിഫൈൻ ചെയ്യുന്നതിന് അതിൽ പിന്നെയും കുറച്ച് ഇമ്പ്യൂരിറ്റീസോ അല്ല ഓക്സൈഡ്സ് ഒക്കെ അതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്ന പ്രോസസ്സാണ് റിഫൈനിങ്. അപ്പോൾ ലിക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിഫൈനിങ് പ്രോസസ്സാണ്, അല്ലേ? ഒരു റിഫൈൻ ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പം റിഫൈനിങ് ഓഫ് മെറ്റൽ, റിഫൈനിങ് എന്ന് പറഞ്ഞാൽ ദ റിമൂവൽ ഓഫ് ഇമ്പ്യൂരിറ്റീസ്. ഇനി ഫൈനൽ സ്റ്റേജാണ് റിഫൈൻ. നമ്മൾ മെറ്റൽസിനെ നല്ല റിഫൈൻ ചെയ്യാണ്. അപ്പോൾ എന്താണ് ലിക്വേഷൻ? ലിക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ മെൽറ്റിംഗ്, അതായത് ലിക്വിഡ് തന്നെ ആലോചിക്കുക, ലിക്വിഡാക്കി മാറ്റുക. അപ്പോൾ ലിക്വിഡാക്കി മാറ്റണമെങ്കിൽ ആ മെറ്റലിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് താഴ്ന്നു നിൽക്കണം, പെട്ടെന്ന് മെൽറ്റായി പോകണം. ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ലിക്വിഡിനെ മെറ്റൽസിനെ നമുക്ക് ലിക്വിഡാക്കാൻ പറ്റുമോ? ഇല്ല. ടിന്ന്, ലെഡ് പോലത്തെ, അതായത് മെൽറ്റിംഗ് പോയിന്റ് ലോ ആയിട്ടുള്ള ലിക്വിഡിനെ നമുക്ക് കാണാം ഇവിടെ ഒരു എക്വിപ്മെൻറ്റ്. അതെന്തൊക്കെ ഒരു ബ്ലാസ്റ്റ് ഫേർണസിൽ നമ്മൾ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മെറ്റൽസ് പെട്ടെന്ന് എന്താവും? മെൽറ്റാവും, ലിക്വിഡായിട്ട്. ബാക്കി അതിൻ്റെ കൂടെയുള്ള ഇമ്പ്യൂരിറ്റീസ് അത്ര പെട്ടെന്നൊന്നും മെൽറ്റാവില്ല. സോ അവരെന്ത് ചെയ്യും? അവർ ലിക്വിഡായിട്ട് അവരിങ്ങനെ താഴേക്ക് എന്താവും? നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനും പറ്റും. ഇമ്പ്യൂരിറ്റീസ് മെൽറ്റ് ആവാതെ അവിടെ തന്നെ നിൽക്കും. കാരണം ഇവർക്ക് കുറച്ച് ഇമ്പ്യൂരിറ്റീസിലും ചിലപ്പോൾ മെൽറ്റ് ആവുന്നത് ഉണ്ടാവും, പക്ഷെ അവർക്ക് ഹൈ ടെമ്പറേച്ചർ വേണം. ഈ ടിന്ന്, ലെഡ് പോലത്തെ ആൾക്കാർക്കൊക്കെ ചെറിയ ടെമ്പറേച്ചർ മതി മെൽറ്റ് ആവാൻ. സോ ലിക്വേഷൻ, ലോ മെൽറ്റിംഗ് ലിക്വിഡ്സ് മെറ്റൽസ് ലൈക്ക് ടിൻ ആൻഡ് ലെഡ് മേ കണ്ടെയ്ൻ അതർ ഇമ്പ്യൂരിറ്റി, അത് ഹൈ മെൽറ്റിംഗ് മെറ്റൽസ്, അതായത് ഹൈ ടെമ്പറേച്ചർ, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസ് ഇമ്പ്യൂരിറ്റി ആകുമ്പോൾ ഇവരെ നമ്മൾ ലിക്വേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? The pure metals flows down leaving the impurities. Pure metals flow down ചെയ്യും, ഇമ്പ്യൂരിറ്റീസിനെ അവിടെ ലീവ് ചെയ്തിട്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ്. ഈ റോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരൊറ്റ കാര്യം ചെയ്യും, നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരിക, ഏതാണ് ഓക്സിജൻ്റെ പ്രസൻസിൽ, ഏതാണ് നമ്മളെപ്പോഴും കേൾക്കുക റോസ്റ്റ് ചെയ്യുക, ചിക്കൻ റോസ്റ്റ്, ഫിഷ്, അങ്ങനെ ചിന്തിക്കുക എളുപ്പത്തിന് റോസ്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഓക്സിജൻ്റെ പ്രസൻസിൽ ഇങ്ങനെ ഹീറ്റ് ചെയ്യില്ല നമ്മുടെ കിച്ചണിലെ സാധനങ്ങൾ, റോസ്റ്റ്, അല്ലേ? ചിക്കൻ റോസ്റ്റ് അല്ലെങ്കിൽ ഫിഷ് റോസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ. അപ്പം നമ്മൾ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹീറ്റിംഗ് ഓഫ് മെറ്റൽസ് ഓർ ഹീറ്റിംഗ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ദ പ്രസൻസ് ഓഫ് എക്സസ് ഓഫ് ഓക്സിജൻ ആണ് എന്ത്? റോസ്റ്റിംഗ്. അപ്പോൾ കാൽസിനേഷൻ എന്തായിരിക്കും? ഹീറ്റിംഗ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ദ ലിമിറ്റഡ് സപ്ലൈ ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ at a temperature below its melting point. വളരെ ഇമ്പോർട്ടൻ്റ്, at a temperature below its melting point. മെൽറ്റിംഗ് പോയിന്റ് അത്ര ചൂടാക്കാൻ പാടില്ല. അപ്പോൾ ഈ കാൽസിനേഷനും റോസ്റ്റിംഗിൽ ഒരൊറ്റ കൺഫ്യൂഷനേ ഉള്ളൂ. റോസ്റ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ, കാൽസിനേഷൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഇതാണ് മെയിൻലി. പിന്നെ റോസ്റ്റിംഗ് മെയിൻലി നമ്മൾ സൾഫൈഡ് ഓർസിനാണ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ട കാര്യമാണ്. അതാണ് അതിലൊരു പോയിന്റ്. ഇനി അടുത്തത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളാണ്. എസ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എസ്റ്റേഴ്സ് ആർ ഒബ്റ്റെയിൻഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് ആൽക്കഹോൾ ആൻഡ് കാർബോക്സിലിക് ആസിഡ്. അത് ഓർക്കണം, ഞാൻ എപ്പോഴും പറഞ്ഞത് എസ്റ്റേഴ്സ്, ആസിഡ് പ്ലസ് ആൻ ആൽക്കഹോൾ ഗിവ്സ് എസ്റ്റർ. അതാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഫോർ ദ ഫോർമേഷൻ ഓഫ് ഈഥൈൽ എത്തനോവേറ്റ്. കണ്ടോ? ഈഥൈൽ എത്തനോവേറ്റ് എന്ന് കണ്ടാൽ തന്നെ, എത്തനോവേറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരണം ഇറ്റ് ഇസ് എൻ എസ്റ്റർ. അപ്പോൾ ഫസ്റ്റ് വൺ, റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ഈഥൈൽ എത്തനോവേറ്റ് ആൻഡ് റൈറ്റ് കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഈഥൈൽ എത്തനോവേറ്റ്. ഈഥൈൽ എത്തനോവേറ്റ് എങ്ങനെ ഉണ്ടാവുന്നു, അവരുടെ കെമിക്കൽ ഫോർമുല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആദ്യം ഈഥൈൽ എത്തനോവേറ്റിൻ്റെ ഫോർമേഷൻ ഉണ്ട്, അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഈഥൈൽ എത്തനോവേറ്റ് എന്ന് കാണുമ്പോൾ തന്നെ എസ്റ്റർ ആണ്. എസ്റ്ററിൽ വൈയൽ പാർട്ട് ആൽക്കഹോളിനും ഓയിൽ പാർട്ട് ആസിഡിനുമാണ് ഞാൻ നെയിമിങ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആൽക്കഹോള് ഈഥൈലാണ്. അപ്പം മെത്ത്, എത്ത്, 2 കാർബൺ ഉള്ള ഏതോ ആൽക്കഹോൾ, CH3 CH2OH. ഈഥൈൽ എത്തനോയേറ്റിലെ ഈഥൈൽ പാർട്ട് എന്ന് പറയുന്നത് നെയിമിങ് അറിയാത്തവർ ആ വീഡിയോ ഒന്ന് നോക്കിയേക്കാൻ മതി. കറക്റ്റായിട്ട് നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട് എസ്റ്റേഴ്സിൻ്റെയൊക്കെ നെയിമിങ് ലാസ്റ്റ് പാർട്ടിലേക്ക്. അപ്പം ഈഥൈൽ എന്ന് പറയുമ്പം അത് ആൽക്കഹോൾ പാർട്ടാണ്. എത്തനോവേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആസിഡ് പാർട്ടാണ്. അപ്പം നമ്മൾ എന്ത് എഴുതും? മെത്ത്, എത്ത്, CH3,
COOH ഉള്ളതുകൊണ്ട് വീണ്ടും നമ്മൾ CH2 എഴുതാൻ പാടില്ല. ഓൾറെഡി 2 കാർബൺ ഉള്ളതുകൊണ്ട് മെത്ത് എത്ത്. ഇതാണ് എത്തനോയിക് ആസിഡും ഇതാണ് എത്തനോളും. ഇതെന്താണ്? എത്തനോളും എത്തനോയിക് ആസിഡും. അപ്പോൾ നമുക്കറിയാം എസ്റ്റർ എങ്ങനെയാണ് ഫോം ചെയ്ത്? ആസിഡ് പ്ലസ് ആൽക്കഹോൾ ആണ്. ആസിഡ് അപ്പം H2O പോകണം. ആൽക്കഹോളിൻ്റെ കയ്യിലുള്ള ഒരു OHും ആസിഡിൻ്റെ കയ്യിലുള്ള ഒരു Hുമാണ് പോവുക. എന്നിട്ട് ഇവർ കയറിയിട്ടാണ് ഇവരെ ബോണ്ട് ചെയ്യുന്നത്. അപ്പം എന്തുണ്ടാകും? CH3 CH2 O CO CH3. ഇനി ഇങ്ങനെ എഴുതാൻ വേണ്ട, CO എന്ന് എഴുതിക്കോളൂ. CO CH3 കണ്ടോ? അപ്പം ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതിയാലും കറക്റ്റാണ്. CH3 COO CH2 CH3 കണ്ടോ? അപ്പം CH3 COO CH2 CH3 ഇതാണ് എന്ത്? നമ്മുടെ ഈഥൈൽ. ഈഥൈൽ എന്ന് പറയുന്നത് ആൽക്കഹോൾ പാർട്ടും എത്തനോയിറ്റ് എന്ന് പറയുന്നത് ആസിഡ് പാർട്ടും. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ റിയാക്ഷൻ? ഈഥൈൽ കണ്ട അപ്പം മനസ്സിലാണേ എത്തനോളാണ്. എത്തനോയിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണം ആസിഡാണ് എത്തനോയിക് ആസിഡ്. ഇവരെ രണ്ടാളും കൂടെ മിക്സ് ചെയ്താൽ നമുക്ക് വാട്ടർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആസിഡാണ് എന്ത്? ഈഥൈൽ എത്തനോയിറ്റ് എന്ന് പറഞ്ഞ എസ്റ്റർ. എസ്റ്റർ ഇസ് എ കോമ്പിനേഷൻ ഓഫ് എൻ ആസിഡ് ആൻഡ് എൻ ആൽക്കഹോൾ. അപ്പോൾ ആ പേരിൽ തന്നെ നമുക്ക് ഏത് ആസിഡ് യൂസ് ചെയ്യണം, ഏത് ആൽക്കഹോൾ യൂസ് ചെയ്യണം, രണ്ടാളും കൂടെ മിക്സ് ചെയ്താൽ വെള്ളത്തിന് ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയുള്ള പ്രോഡക്ട്സിന് ബോണ്ട് ചെയ്താൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ അപ്പം ഇത്രയും കാര്യം നമുക്ക് ഇന്നത്തെ ഇതിൽ നിൽക്കാം. കാരണം അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് നിങ്ങളൊന്ന് നോക്കി ഇത് പഠിക്കുമ്പോൾ അതോടൊപ്പം കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ആ ടെക്സ്റ്റ് ഒന്ന് മറിച്ച് നോക്കുക. ഇതിൽ വേറെ എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റിവിഷനും കൂടെ ആവും. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയേക്കുക. സോ ഓക്കെ, താങ്ക് യു.